ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് സബ്സ്റ്റൻസ് സിൻഡിക്കേറ്റ് ടൈക്കൂൺ വി. അപ്പോൾ ഇതെന്തോ ചെടികളൊക്കെ നട്ട് വളർത്തി ഒരു വിൽക്കുന്ന ടൈപ്പ് ഗെയിമാണ്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, മയക്കുമരുന്നാണെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂ ഗെയിം കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്തൊക്കെ ചെടികളൊക്കെ നട്ട് വളർത്തി അത് വിൽക്കുന്ന ടൈപ്പ് അങ്ങനത്തെ എന്തൊരു ഗെയിമാണെന്നാണ് തോന്നുന്നത്. അയ്യോ, ഹിന്ദി വേണ്ട, ഇംഗ്ലീഷ് മതി. Okay. Welcome to the Schedule V project. You are a small time dealer of sorts. No money, no items, no connections. There's only one way. Time to get down to business. Yes. നമ്മളൊരു ഷെഡ്യൂൾഡ് വി വെൽക്കം ടു ഷെഡ്യൂൾ വി പ്രൊജക്റ്റ്. നമ്മളൊരു ചെറിയ ടൈം ഡീലറാണ്. നമുക്ക് പൈസ ഇല്ല, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നമുക്ക് കണക്ഷൻസ് ഇല്ല, കമ്പനി ഇല്ല. നമുക്കിനി ബിസിനസ്സിലോട്ട് ഇറങ്ങാം. അത് തന്നെയാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ തുടങ്ങണം ഗൈസ്. അതായത് നമ്മൾ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പം നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മുടെ ഈ സംരംഭത്തിന് നമ്മളൊരു പേര് കൊടുക്കണം. നമുക്ക് പേര് കൊടുക്കാം. നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ കൊടുക്കാം, സോൾക്സൈൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിടാം. ഓക്കെ, LTD. ഓക്കെ, അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഗെയിമാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ചാടാൻ പറ്റും, ഇടിക്കാൻ പറ്റും, പിന്നെ നടക്കാൻ പറ്റും. ഓക്കെ, ഇതെന്ത് കുപ്പി, ടാപ്പ് ടു പിക്കപ്പ്, അത് നമ്മളെടുത്തു. ഇത് നമുക്ക് എറിയാൻ പറ്റും, പിന്നെ ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ റെൻ്റ് ഹൗസ് ടു സ്റ്റാർട്ട് യുവർ ബിസിനസ്. അപ്പോൾ നമുക്കിനി ഒരു വീട് റെൻറ്റിന് എടുക്കണം ഗൈസ്. എന്നാൽ മാത്രമേ നമ്മുടെ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്താ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ആരും അറിയാതെ. എനിക്കൊന്ന് മയക്കുമരുന്നാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്, അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ. പേരും ഒരുമാതിരി എന്തായിരുന്നു, സബ്സ്റ്റൻസ് സിൻഡിക്കേറ്റ്, മയക്കുമരുന്ന് ഉണ്ടാക്കുന്ന എന്തോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളവിടെ നോക്ക് ചെയ്യാം. നമ്മളവിടെ നോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വാതിൽ നോക്കുമായിരിക്കും. നമ്മളോട് ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു വീട് റെൻറ്റിന് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആരോ വരുന്നുണ്ട്. ഇയാളെ നമുക്ക് ഇടിക്കാനൊക്കെ പറ്റും, കാണിച്ചു തരാം. കണ്ടില്ലേ? ഓ, ഇയാളോട് സംസാരിക്കാം. നോട്ട് ഹൈ ഇനഫ് ലെവൽ 8 ടു ഇൻട്രാക്ട്. നമ്മൾ ലെവൽ 3 എങ്കിലും എത്തണം ഗൈസ് ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് വേണമെങ്കിൽ ഇടിക്കാം, പക്ഷെ അവന് ഓടിക്കണ്ടോ. നമുക്ക് ഇവരൊക്കെ ഇങ്ങനെ ഇടിക്കാൻ പറ്റും. നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റുമോ നോക്കാം. ഈ വണ്ടി എടുക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഹൗസ് റെൻറ്റ് ചെയ്യാൻ നോക്കാം. ഇതെന്താണ് സംഭവം? ട്രാൻസാക്ഷൻ ഇവിടെ അല്ല. നമുക്കൊരു വീട് റെൻറ്റ് ചെയ്യണം. നമുക്ക് എവിടെയെങ്കിലും നോക്കാം. നമുക്ക് ഈ വീട് നോക്കാം. ആരും ഇറങ്ങി വരുന്നില്ലല്ലോ. നമ്മൾ വീട്ടിൽ മുട്ടുന്നുണ്ട്, വാതിൽ മുട്ടുന്നുണ്ട് പോയിട്ട്, പക്ഷെ ആരും ഇറങ്ങി വരുന്നില്ല. ഫോർ സെയിൽ, റിസ്ട്രിക്റ്റഡ് കീപ്പ് ഔട്ട്, ഫോർ സെയിൽ. ഇത് നമുക്ക് റെൻറ്റ്, ഇത് നമുക്ക് സംസാരിച്ച് നോക്കാം. ഇല്ല, ലെവൽ 20 എത്തണം ഇയാളോട് സംസാരിക്കാൻ. ഇത് വെയർ ഹൗസ് ആണ് ഗൈസ്. ഇത് നമുക്ക് വാങ്ങേണ്ടി വരും. നമ്മുടെ ബിസിനസ് വലുതാകുമ്പോൾ നമുക്ക് വെയർ ഹൗസ് വാങ്ങേണ്ടി വരും. അപ്പോൾ ഇവിടെ എവിടെയോ നമുക്ക് വാങ്ങാം, റെൻറ്റിന് എടുക്കാൻ പറ്റുന്ന വീടുണ്ട് ഗൈസ്. ഇത് പോലീസാണോ? ലെവൽ 3 എത്തണം ഇവരോടൊക്കെ സംസാരിക്കാൻ. അപ്പോൾ ഇവിടെ എവിടെയോ നമുക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റുന്ന ഒരു വീടുണ്ട് ഗൈസ്. ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് ഈ സാധനമൊക്കെ വാങ്ങാൻ പറ്റും. ഇയാൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. വാട്ട് ഡു യു നീഡ്? ഐ വുഡ് ലൈക്ക് ടു പർച്ചേസ് ഐറ്റം. യെസ്, നമ്മുടെ കയ്യിൽ ഐറ്റം നമുക്ക് വാങ്ങാം, പക്ഷെ നമ്മുടെ കയ്യിൽ $400 ഉണ്ട് ഗൈസ്. നമുക്ക് വേണമെങ്കിൽ സൈക്കിൾ വാങ്ങാം. നമ്മൾ ഈ സാധനം വാങ്ങാം. ഓക്കെ, ബൈ ദ വേ നമ്മളൊരു സൈക്കിൾ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, നമുക്കിനി ഇങ്ങനെ പോവാം. അല്ലടാ, പക്ഷെ നമുക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റിയൊരു വീട് വേണം. അതാണ് ഞാൻ നോക്കുന്നത്. ഇതേ പോലീസുകാരൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഗെയിം സേവ്ഡായി ഇവിടം വരെയുള്ള കാര്യങ്ങൾ. ഇതൊരുമാതിരി കള്ളു പിടിച്ച പോലെ നമ്മൾ ഓടിക്കുന്നത്. ഇടിച്ചു. ഹൗസ് റെൻറ്റ് ചെയ്യാൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ നമുക്ക് ഹൗസ് എവിടെയാ? ഇതെന്ത് കിണ്ടിയാണ്, ഇതൊന്നും വേണ്ട ഗൈസ്. നമുക്ക് നടന്നു പോകാം, അതന്നെ പറ്റും. ഇവരോട് സംസാരിക്കാൻ പറ്റും നോക്കാം. ഓക്കെ, ലെവൽ 3 എത്തണം ഗൈസ്. എനിക്കൊന്നും ഇങ്ങനെ വീടിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് സംസാരിച്ചാൽ നമുക്ക് വീട് റെൻറ്റിന് എടുക്കാൻ പറ്റുന്നു. പക്ഷെ ആരോടും നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ലെവൽ 3 എത്തണം. ഏത് വീടാ? നമുക്ക് ഇവിടെ ഒന്ന് നോക്ക് ചെയ്ത് നോക്കാം. നോക്ക് ചെയ്തിട്ടാണെങ്കിൽ ആരും ഇറങ്ങി വരുന്നില്ല. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ സംസാരിക്കാൻ പറ്റും. ഇല്ല, ലെവൽ 5 എത്തണം. നമ്മൾ വലിയൊരു വീട് റെൻറ്റ് ചെയ്യണമെങ്കിൽ
ഇവരോട് സംസാരിക്കാൻ പറ്റും. പക്ഷേ ഇപ്പം നമുക്ക് അതല്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു ചെറിയ വീടാണ് നമുക്കിപ്പോൾ റെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ കയ്യിൽ $300 ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ 400 ഉണ്ടായിരുന്നു. അതിന് $100 നമ്മൾ സൈക്കിൾ വാങ്ങി, മറ്റേ വണ്ടി വാങ്ങി. എവിടെ നിന്നാടാ ഒരു വീട് കണ്ടുപിടിക്കുക? ഇത് സിറിഞ്ചൊക്കെ ഇതെടുത്തിട്ട് നമുക്കിവിടെ ഇവനെ എറിഞ്ഞ് നോക്കിയാലോ. ലെവൽ 2 എത്തണം. അപ്പോൾ ലെവൽ 2 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആരോടെങ്കിലുമൊക്കെ സംസാരിക്കാം. ലെവൽ 2 ഒക്കെ എത്താൻ എന്തൊരു വഴി? ഇവിടെ അല്ലേ അടച്ചിരിക്കുന്ന വീട്ടിലൊന്നും നോക്കിയിട്ട് കാര്യമില്ല. റെൻറ്റിന് കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അവരോടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മളിങ്ങനെ കറങ്ങി വന്ന് കഴിച്ച് സിറ്റി കൂടെ. ഒരു വീടിന് എന്തൊരു ക്ഷാമാണ് ഈ വീട്ടിൽ, അല്ല ഈ നാട്ടിൽ. വാതിൽ മുട്ടിയിട്ടാണെങ്കിൽ ആരും ഇറങ്ങി വരുന്നില്ല. ഇതേ ഇവിടെ ഫോർ സെയിൽ ഒന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ സ്ഥലം നമുക്ക് എടുക്കാം, റെൻറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് ലെവൽ 10 എങ്കിലും വേണം. നമുക്ക് ഈ വീടൊക്കെ റെൻറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് ലെവൽ 10 എങ്കിലും വേണം നമുക്ക് ഈ വീട് വാങ്ങണമെങ്കിൽ. പക്ഷെ നമ്മളെങ്ങനെ ലെവലപ്പ് ആവും നമുക്ക് നോക്കാം. എങ്ങനെ ലെവലപ്പ് ആവാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക്. നമുക്ക് 10 ഉണ്ടെങ്കിൽ ഈ സാധനം കണ്ടോ, ഇത് 10 ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റും തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ആട് കാണാം. ഇത് കണ്ടോ, ഈ വീട് നമുക്കിപ്പോൾ റെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് ചെറിയ വീട് കണ്ടോ. ഇവരോട് സംസാരിക്കാം. ഓക്കെ, നമുക്കിത് $100 പെർ വീക്കിൽ നമുക്ക് ഈ വീട് വേണമെങ്കിൽ വാങ്ങാം. ആഴ്ചയിൽ $100 കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ കണ്ടില്ലല്ലോ ഗൈസ്, നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. വെറുതെ നമ്മൾ ആട് കണ്ട് ഗെയിമിൽ നിന്ന് ബാക്കൊക്കെ ആയിപ്പോയി. ഓക്കെ, നമ്മളങ്ങനെ ഈ പ്രോപ്പർട്ടി വാങ്ങി ഗൈസ്. ഇതിപ്പോൾ നമ്മൾ വാങ്ങി ഈ വീട്. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് കയറാം. കുറച്ചത് ഹാർഡ്വെയർ ഷോപ്പിൻ്റെ ടൗണ്. ഇനി അടുത്തത് ഹാർഡ്വെയർ ഷോപ്പിലേക്ക് പോകണം. അതിന് മുന്നേ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിൽ TV ഉണ്ട്. അതൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്ത് മാറ്റാനൊക്കെ പറ്റും. നമ്മളിങ്ങനെ എടുത്തേ അതിന് തിരിച്ച് വെക്കും. TV വേണം. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റിന് TV ഒക്കെ വേണം. ഓക്കെ, ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ കട്ടിൽ, ഇതൊക്കെയാണ് നമ്മുടെ റൂമിലിപ്പോൾ. ഫാന്, TV, ബെഡ്, പിന്നെ സ്റ്റോറേജ് ഷെൽഫൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഹാർഡ്വെയർ ഷോപ്പിലേക്ക് പോകാനാണ് പറയുന്നത്. നമ്മളുടെ ബിസിനസ്സിനുള്ള കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിലേക്ക് പോവാം. ഇനി ഹാർഡ്വെയർ ഷോപ്പ് കണ്ടുപിടിക്കണമല്ലോ. ഓ മൈ ഗോഡ്, എവിടെയാടാ ഈ ഹാർഡ്വെയർ ഷോപ്പ് ഉള്ളത്? ഇത് തന്നെ ഹാർഡ്വെയർ ഷോപ്പ് അടുത്ത് തന്നെ ഉണ്ട്. നമുക്കിത് ഇതിൽ ഷോട്ട് നമ്മുടെ വീട് അതാണ്. ഇവിടെ തന്നെ ഹാർഡ്വെയർ ഷോപ്പ് ഉണ്ട്. നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ട് ഹാർഡ്വെയർ ഷോപ്പ്. ഗ്രോ ടെൻറ്റും സോയിലും വാട്ടറിങ് ക്യാനുമാണ് നമുക്ക് വാങ്ങേണ്ടത്. ഗ്രോ ടെൻറ്റിന് $100, അതിന് $100 ഉണ്ട്. പിന്നെ സോയിൽ ആൻഡ് വാട്ടറിങ് ക്യാന്, സോയിലിന് $10, പിന്നെ വാട്ടറിങ് ക്യാന് $15. ഓക്കെ, ഇത്രയും സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മളത് വാങ്ങി. നമ്മുടെ ഇനി ബാക്കി $75 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി റെൻറ്റഡ് ഹൗസിലേക്ക് തിരിച്ചു പോകണം. ഇതെന്താണ്? നമുക്ക് തിരിച്ചു പോവാം. നമ്മുടെ വീട്ടിലോട്ട് പോയിട്ട് ഈ സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യണം. ഗെയിം സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം ഈ കാര്യങ്ങൾ. നമുക്കിത് എവിടെ വെക്കുക? ഇതിവിടെ വെക്കാം. പിന്നെ സോയില് ഇതിനകത്ത് ഇടാനാണോ? ഓക്കെ, സോയിൽ ഇതിനകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോയിലിലോട്ട് നിറയ്ക്കണം. നമുക്ക് ചെടി നടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, 100% നിറയ്ക്കണം. ഓക്കെ, നോ വാട്ടർ എക്സ് സോയിൽ ഡ്രൈ. ഓക്കെ, ഇനി വെള്ളം ഒഴിക്കണം. ഓക്കെ, ഫിൽ വാട്ടർ ഇൻ ഫസ്റ്റ്. ആദ്യം വെള്ളം നിറയ്ക്കണമല്ലേ? വെള്ളം ഇവിടെ നിന്ന് നിറയ്ക്കാം. ഓക്കെ, ഫിൽ വാട്ടർ. സ്വിച്ചിങ് യുവർ ഫോൺ ഓൺ. നമ്മൾ ഫോണിന് സ്വിച്ച് ഓൺ ആക്കി വെക്കണം. ആദ്യം നമുക്ക് വെള്ളം ഒന്ന് ഒഴിക്കാം. വെള്ളം ഒഴിച്ച് മണലൊന്ന് നനയ്ക്കണം. ഓക്കെ, അത് റെഡിയായി. ഇനി ഇതിൽ വെള്ളമുണ്ട് ബാക്കി. ഇനി നമ്മുടെ ഫോണ് സ്വിച്ച് ഓൺ ചെയ്യണം. ഫോൺ സ്വിച്ച് ഓൺ ചെയ്യാൻ ഓക്കെ, ഓർഡർ 1x പാൻസ് സീഡ് ഫ്രോം ദ സപ്ലയർ വീട്. കഞ്ചാവ് സപ്ലയറിൻ്റെ നമുക്കിനി കുറച്ച് വിത്ത് വാങ്ങണം. ഓക്കെ, അപ്പോൾ നമ്മൾ OG ഹേസ് വീടിന് ഒരു ഇത് ഏറ്റവും കുറഞ്ഞ വിത്താണെന്ന് തോന്നുന്നു. ഇത് എങ്ങനെ വാങ്ങുക? 10 hours later. കേസ് അപ്പോൾ നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല. ഇത് നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്പല്ല.
നമ്മൾ നേരം ഈ പച്ച ആപ്പില്ലേ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഈ ആപ്പിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന ആപ്പല്ല. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്ന ആപ്പാണ്. സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വിത്ത് വാങ്ങുന്നു, പിന്നെ അത് നമ്മൾ നേരത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചില്ലേ, എന്തായാലും അതിൻ്റെ പേര് മറന്നുപോയി, സോയിലൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ വിത്ത് വാങ്ങിയിട്ട് നമ്മൾ അത് പ്ലാന്റ് ചെയ്യുന്നു, അത് നടുന്നു, പിന്നെ ആ സാധനം പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് നമ്മുടെ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ടല്ലോ അതിൽ നമ്മൾ ഓൺ സെയിലിൽ ഇടുന്നു. അപ്പോൾ നമുക്ക് ഓർഡർ വരും ഓരോ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, അതായത് ഓരോ കസ്റ്റമറുടെ കയ്യിൽ നിന്ന്. അപ്പോൾ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു. അതാണ് സംഭവം. നമുക്ക് വാതിലടയ്ക്കാം. രാത്രി ആയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ വാതിലടച്ചിട്ട് വാതിലടയ്ക്കാൻ പറ്റൂലേ? വാതിലടച്ചിട്ട് ഓക്കെ, ലൈറ്റ് ഇട്ടിട്ടുണ്ട് വീട്ടിലെ. പോലീസുകാർ കാണാൻ പാടില്ല ഗൈസ് നമ്മുടെ ഈ പരിപാടി. ഓക്കെ, നമ്മളോട് ഇനി ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാൽ എടാ നമുക്കിത് ചാറ്റിൽ എന്താ വന്നിട്ടുണ്ടല്ലോ, ഓർഡർ ഡെഡ് അതിന് നമ്മൾ ലെവൽ 10 ആവണം ഗൈസ്. ടെഡ് എന്ന് പറയുന്ന കസ്റ്റമറിന് OG ഹെയ്സ് വേണം. അയാൾ നമുക്ക് 150 തരും. പക്ഷെ അത് ഉണ്ടാക്കണമെങ്കിൽ നമ്മളുടെ കയ്യിൽ വിത്തില്ലല്ലോ. OG ഹെയ്സ് $0 ഗൈസ്. പ്രൈസ് ഓർഡർ. ഓക്കെ, OG ഹെയ്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഡെഡ് ഡ്രോപ്പിൻ 23 മിനിറ്റ്സ് ആണ്. നമുക്ക് പുറത്തിറങ്ങാനൊക്കെ പറ്റും. ഇതേ പോലീസുകാർ നമ്മളെ പിടിച്ചു ഗൈസ്. പുറത്തിറങ്ങണ്ടായിരുന്നു, നമ്മളെ പിടിച്ചോ? പക്ഷേ ഓടി രക്ഷപ്പെടാം. നമ്മളെ പിടിക്കാൻ വരുന്നുണ്ട്. നമുക്ക് ചാടി ഓടി നമ്മുടെ വണ്ടി എടുത്തിട്ട് അങ്ങ് പോവാം. പിന്നെ അല്ല, ഈ വണ്ടി എന്താ ഇങ്ങനെ? ഓടാം, ഓടി രക്ഷപ്പെടാം. ഓടിക്കോ. കനോട്ട് എൻ്റർ ഇൻ കറണ്ട് സ്റ്റേറ്റ്. ഇപ്പം നമുക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഓടുക. കളക്ട് ഡെഡ് ഡ്രോപ്പ്, ലുക്ക് ഫോർ ദ ഇൻഡിക്കേറ്റർ ഓൺ സ്ക്രീൻ ടു ഫൈൻഡ് ഇറ്റ്. സ്ക്രീനിൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഓ അതെ, ദേ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. കണ്ടോ? പോലീസ് പിടിച്ച്. ഓടിക്കോ. ഇത് തന്നെ സാധനം കിട്ടിയിട്ടുണ്ട് എന്തായാലും. ഓക്കെ, ഇനി ഓടാം. ഓടിക്കോ. നമ്മുടെ പുറകെ ഇപ്പോൾ പോലീസ് ഉണ്ട്. പോലീസ് ഇപ്പോൾ പോവും. ഇവിടെ നമ്മൾ വീണ്ടും കണ്ടു കഴിച്ചു. വീണ്ടും നമ്മൾ കുടുങ്ങി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഓടാൻ പറ്റുമോ? അത്രേ ഉള്ളൂ നമ്മളോടാ കളി ഗൈസ്. അപ്പോൾ ഈ വീഡിയോ വെച്ച് നോക്കാണ്. അപ്പോൾ അടുത്തൊരു ഭാഗമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ ബൈ ഗൈസ്, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.